പ്രണയം എന്താണ് പ്രണയം? എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു തരത്തിലുള്ള എമ്പതിയാണോ, ഇൻഫാക്ച്വേഷൻ ആണോ, അതോ ലെസ്റ്റ് ആണോ, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ്? എന്താണ് ട്രൂ ലവ്? പ്രണയത്തെ ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതൊരു ഫീലിംഗ്സ് ആണെന്നും കമ്മിറ്റ്മെന്റ് ആണെന്നും ഇൻറ്റിമസി ആണെന്നും ഒക്കെ പറയുന്നവരുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയത്തെ പറ്റിയാണ് പറയുന്നത്. പ്രണയം എപ്പോഴും ബ്യൂട്ടിഫുൾ ആവുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ ഒരു ഫീലിംഗ്സ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ എന്നാൽ പറ്റും വിധം ഞാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ എക്സ്പ്ലനേഷൻ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സിനിമ കണ്ടത് ഫീൽ ചെയ്യാൻ താല്പര്യമുള്ളവർ പോയി സിനിമ കാണാം. സിനിമയുടെ പേര് 500 Days of Summer. 2009 റിലീസായ സിനിമയാണ്. നമ്മുടെ GVMന്റെ വിണ്ണെ താണ്ടി വരുവായ എന്ന സിനിമ അത് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഒരിക്കലും മറ്റൊരാൾ അതിന്റെ സ്റ്റോറി പറഞ്ഞു തരുമ്പോൾ കിട്ടത്തില്ല. അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും. സിനിമ കണ്ടതിന് ശേഷം എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ കാണാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ. സമ്മർ എന്ന നമ്മുടെ ഹീറോയിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 500 ദിവസങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. 488 ദിവസം നമ്മുടെ ഹീറോ ടോം ഹീറോയിൻ സമ്മറിന്റെ അടുത്ത് ഈ പാർക്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. ടോമിന്റെ കയ്യിൽ സമ്മർ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? സമ്മറിന്റെ കയ്യിൽ എൻഗേജ്മെന്റ് റിംഗ് ഒക്കെ ഉണ്ട്, വിച്ച് മീൻസ് ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു മനോഹരമായ കഥയാണ്. ഒരാണ് അവന് വിധിച്ച പെൺകുട്ടിയെ കണ്ടെത്തിയ വളരെ മനോഹരമായ കഥ. തനിക്ക് വിധിച്ചവളെ കണ്ടെത്തുന്നതുവരെ താൻ പൂർണ്ണമായും സന്തോഷവാനാവില്ല എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിന് കാരണം ചെറിയ പ്രായത്തിൽ തന്നെ അവൻ കേട്ട ബ്രിട്ടീഷ് പോപ്പ് മ്യൂസിക്കും ദ ഗ്രാജുവേറ്റ് എന്ന മൂവി തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയതുമാണ്. എന്നാൽ ഇതിലെ പെൺകുട്ടി ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നേയില്ല. അവളുടെ പേരൻസിന്റെ വിവാഹമോചനം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. ജീവിതത്തിൽ അവൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് അവളുടെ നീളമുള്ള മുടികളായിരുന്നു. എന്നാൽ ഒരിക്കൽ അവൾ അവളുടെ മുടി മുറിച്ചു മാറ്റി. അപ്പോൾ അവൾക്ക് യാതൊരു വികാരവും തോന്നിയില്ല. ഏതൊരു വികാരവും ഇത്ര മാത്രമേ ഉള്ളൂ, ട്രൂ ലവ് എന്നൊന്നും ഇല്ല എന്നാണ് അവൾ ചിന്തിച്ചു വെച്ചിരുന്നത്. ഒരു ദിവസം ടോം സമ്മറിനെ കണ്ടെത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് വിധിച്ചവൾ ഇവളാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മനോഹരമായ കഥയാണ്. ഒരാണ് അവന് വിധിച്ച പെൺകുട്ടിയെ കണ്ടെത്തിയ വളരെ മനോഹരമായ കഥ. പക്ഷേ ഇതൊരു പ്രണയകഥയല്ല. ഇങ്ങനെ സ്റ്റോറി ടെല്ലർ പറയുന്നത് കേൾപ്പിച്ച് നേരെ 290 ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ടോം സമ്മറിനെ കണ്ടുമുട്ടിയ ശേഷം 290 ദിവസം രാത്രി സമയം തിരക്ക് പിടിച്ച് നമ്മുടെ ടോമിന്റെ സഹോദരി റേച്ചൽ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ടോമിന്റെ കൂട്ടുകാരെന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. ടോം ആകെ മൂഡ് ഓഫ് ആണ്. ദേ അടുക്കളയിരിക്കുന്ന പാത്രമൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നു. എന്തോ വലിയ വിഷമത്തിലാണ് കക്ഷി. ടോം എന്തായി കാണിക്കുന്നേ? ആ പാത്രം താഴെ വെക്ക്. ഇങ്ങി വാ, ഇവിടെ ഇരിക്ക്. ഇതങ്ങോട്ട് അടിക്ക് എന്നും പറഞ്ഞ് വോഡ്ക എടുത്തു കൊടുക്കും. അവനും അത് ഒറ്റ വരിക്ക് കുടിച്ചിട്ട് എന്താണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ മൂഡ് ഓഫിന് കാരണമെന്ന് പറയുന്നു. സമ്മറാണ് എല്ലാത്തിനും കാരണം. അവളെ കണ്ടുമുട്ടി കുറേ നാൾ ഇവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തനിക്ക് വിധിച്ച പെൺകുട്ടിയെ കണ്ടുമുട്ടിയെങ്കിൽ മാത്രമേ താൻ പൂർണ്ണമായിട്ട് ഹാപ്പി ആകൂ എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നല്ലോ. സമ്മർ തന്നെയാണ് തനിക്ക് വിധിച്ച പെൺകുട്ടിയെന്ന് മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ ജീവിച്ച് വന്നപ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി നമ്മളിങ്ങനെ എല്ലാ ദിവസവും കാണുന്ന പരിപാടി അങ്ങ് നിർത്തിയാലോ എന്ന് സമ്മർ ചോദിച്ചു. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നമ്മൾ രണ്ടാളും ഹാപ്പി അല്ലേ? കം ഓൺ ടോം, നമ്മൾ എന്തിനാ കണ്ടുമുട്ടുന്നത്? വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കാൻ. അതെന്താ സമ്മർ അങ്ങനെ പറഞ്ഞേ? നമ്മൾ എപ്പോഴാ തർക്കിച്ചിട്ടുള്ളേ? അല്ല അങ്ങനല്ല, നമ്മൾ രണ്ടുപേരെയും സിഡും നാൻസിയുമായിട്ട് കമ്പയർ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നേ. സമ്മർ നിനക്ക് എന്താ പറ്റി? സിഡ് നാൻസിയെ കത്തി വെച്ച് കുത്തി. അതുപോലെ ഞാൻ ചെയ്യുമെന്നാണോ നീ ഉദ്ദേശിച്ചേ? ഞാൻ സിഡിനെ പോലെയല്ല. ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെ ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയേ? നീ സിഡിനെ പോലാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സിഡിനെ പോലാണെന്നാ എനിക്ക് നിന്നെ കുത്താൻ തോന്നുന്നു. അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് നമ്മുടെ ടോം വിഷമത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ, ടോം പോലെ നീ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാ എന്നും കൂടെ പറഞ്ഞു. അവന് മതിയായി. ആ ഒരു വിഷമത്തിലാണ് വീട്ടിൽ വന്ന് പാത്രങ്ങളെല്ലാം തല്ലി പിടിച്ചോണ്ടിരുന്നത്. ഇതെല്ലാം കേട്ട് ഇവന്റെ അനുജത്തി ഇവനോട്, ടോം ഇതിനു മുമ്പും നീ ഗേൾസുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടില്ലേ? നീ അവരെ തേച്ചിട്ടുണ്ട്, അവർ നിന്നെ തേച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താ ഇപ്പോ? കാരണം ഇവള് മറ്റു ഗേൾസിനെ പോലെയല്ല. ഇത് സമ്മറാണ്. എനിക്ക് അവളെ മറക്കണ്ട, എനിക്ക് അവളെ തിരിച്ചു വേണം എന്ന് ടോം പറയുന്നത് കേൾപ്പിച്ച് നേരെ വീണ്ടും 1ാമത്തെ ദിവസത്തിലേക്ക് പോകുന്നു. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ എന്തായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഡൗൺ ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ടോം ഒരു ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇവന്റെ ബോസ് വാൻസ്. ഓഫീസിൽ ഇങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോൾ വാൻസിന്റെ അസിസ്റ്റന്റായി പുതിയതായി ജോയിൻ ചെയ്ത പെൺകുട്ടി അവിടെ വരും. മറ്റാരുമല്ല, നമ്മുടെ സമ്മർ. ആദ്യമായി ടോം സമ്മറിനെ ഇവിടെ വെച്ചാണ് കാണുന്നത്. ചെറുപ്പം മുതൽ ടോം വിചാരിച്ചു വെച്ചിരുന്നത് തനിക്ക് വിധിച്ച പെൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോഴല്ലാതെ തനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം, പൂർണ്ണ സംതൃപ്തി കിട്ടില്ലെന്നാണല്ലോ. ഇപ്പൊ സമ്മറിനെ കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ ആ പൂർണ്ണ സംതൃപ്തി കിട്ടി, ആ സന്തോഷം കിട്ടി. തനിക്ക് വിധിച്ചവൾ ഇവളാണെന്ന് അവൻ മനസ്സിലാക്കി. ഏതൊരു പെൺകുട്ടിയെ പോലെയും സമ്മർ ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന് ആദ്യ കാഴ്ചയിൽ തോന്നും. പക്ഷെ അങ്ങനെയല്ല, സമ്മർ ഒരു സാധാരണക്കാരിയല്ല. ഒരിക്കൽ സമ്മർ അവളുടെ സ്കൂൾ മാഗസീനിൽ ഒരു പ്രശസ്തമായ സ്കോട്ടിഷ് ബാൻഡിന്റെ സോങ്ങിലെ കുറച്ച് വരികൾ എഴുതി. സർപ്രൈസിംഗ്ലി ആ സ്കോട്ടിഷ് ബാൻഡിന്റെ അടുത്ത ആൽബം ടൈലർ സ്വിഫ്റ്റിന്റെ ഓരോ ആൽബവും വരുന്ന പോലെയായി. എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ആ ആൽബം നമ്പർ 1 ആയി മാറി. ഇൻഡസ്ട്രിയിലുള്ള പലരും ഇതൊരു അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ദെൻ അവളുടെ കോളേജ് ടൈമിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ഡെയിലി ഫ്രീസിന്റെ ഒരു ഔട്ട്ലെറ്റിൽ അവൾ പാർട്ട് ടൈമായി ജോലിക്ക് കയറി. അവിടെയും ഒരു അത്ഭുതം സംഭവിച്ചു. അവരുടെ പ്രോഫിറ്റ് 212% ഉയർന്നു. സമ്മർ വാടകയ്ക്ക് എടുത്ത എല്ലാ അപ്പാർട്ട്മെന്റും ശരാശരി വിലയിലും ഒരുപാട് താഴ്ന്ന തുകയ്ക്ക് അവൾക്ക് കിട്ടി. എന്തിനേറെ അവൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ ടിക്കറ്റ് വരുമാനം പോലും കുതിച്ചുയർന്നു. ഇതിനൊക്കെ ഒരു സമ്മർ ഇഫക്റ്റ്
പെർഫെക്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പം നമ്മുടെ ടോം അവളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അവൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? 3-ാം ദിവസം. സമ്മറിനെ കണ്ട് 3 ദിവസമായെങ്കിലും ഇതുവരെ നമ്മുടെ ടോമിന് അവളോടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് നമ്മുടെ ടോം അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അവനാവട്ടെ അവളെപ്പറ്റി ഒടുക്കത്തെ നെഗറ്റീവ് അഭിപ്രായം. എടാ അവളൊരുമാതിരി മറ്റേ ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അവിടെ വെച്ച് അവളോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. അവൾ കേൾക്കാൻ പോലും തയ്യാറായില്ലടാ. നമ്മളെക്കാളും ഒക്കെ ഭയങ്കര എന്തോ വലിയ പുള്ളിയാണെന്ന് അവളുടെ വിചാരം. പോടാ അവിടുന്ന്. അവൾ അങ്ങനെയാണോ? അവൾ അങ്ങനെയാണ്. അവള് ഇച്ചിരി ഹോട്ടാണ്, അതൊക്കെ ശരി. എന്നാലും മറ്റേ ടൈപ്പാണ്. അവൾക്ക് വേറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വെൽ, സ്വാഭാവികമാണ്. ഏതെങ്കിലും പെണ്ണ് മൈൻഡ് ആകാതെ പോയി കഴിഞ്ഞാൽ ചിലവന്മാർക്ക് അങ്ങ് ഇളകും. ഫ്രണ്ട് സമ്മറിനെ പറ്റി ഇങ്ങനൊരു ഒപ്പീനിയൻ പറഞ്ഞത് നമ്മുടെ ഹീറോയ്ക്കും അവളെ പറ്റിയുള്ള ഒപ്പീനിയനെ അങ്ങ് മാറി. പോട്ടുപുല്ല്, അവളോട് പോകാൻ പറ. തൊട്ടടുത്ത ദിവസം നമ്മുടെ ടോം ഓഫീസിൽ വരുന്ന അതേ സമയം തന്നെയാണ് സമ്മറും വരുന്നത്. രണ്ടാളും ഒരേ ലിഫ്റ്റിൽ കയറി. ടോം ആവട്ടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് അവന്റെ ഫേവറേറ്റ് ബാൻഡിന്റെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സമ്മറിനും ചെറുതായി ആ പാട്ട് കേൾക്കാം. അവളുടെ ഫേവറേറ്റ് ബാൻഡ് കൂടിയായിരുന്നു അത്. ഉടനെ ആ ബാൻഡിനെ പറ്റിയൊക്കെ ചോദിച്ചും പറഞ്ഞും ഇരുവരും ആദ്യമായി സംസാരിച്ചു. ടോമിനും ഒരുപാട് സന്തോഷമായി. ഇന്നലെ ഇവന്റെ ഫ്രണ്ട് അവളെ പറ്റി ഒരുമാതിരി വല്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ഇവനും അവൾ വലിയ ജാട ടൈപ്പാണെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒപ്പീനിയൻ മാറി. ദെൻ 8-ാമത്തെ ദിവസം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മില്ലി എന്നൊരാളുടെ എൻഗേജ്മെന്റ് പാർട്ടി. അവിടെ വെച്ച് ടോമും സമ്മറും കൂടുതൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഈ നഗരത്തിൽ വന്ന് ഇവിടെ ഈ ഗ്രീറ്റിംഗ് കാർഡ് കമ്പനിയിൽ ജോയിൻ ചെയ്തത് പ്രധാനമായും അവൾക്ക് മുമ്പുണ്ടായിരുന്ന ജോലിയിലുള്ള ബോറടി കാരണമാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നമ്മുടെ ടോമിന്റെ കാര്യമോ, അവനൊരു ആർക്കിടെക്ട് ആകാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ വിധി അവനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് കമ്പനിയിൽ എത്തിച്ചു. ഇരുവരും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചില കാര്യങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ചു. ഒരു ദിവസം തന്നെ എല്ലാ കാര്യവും സംസാരിക്കില്ലല്ലോ. ദെൻ നമ്മുടെ ടോം കുറച്ച് കെട്ടിടങ്ങളുടെ ചിത്രമൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവനൊരു ആർക്കിടെക്ട് ആകാനാണ് ആഗ്രഹിച്ചിരുന്നതെന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടോ അവൻ ഇപ്പോൾ വരച്ച ആ ചിത്രം അവനൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ല. പുള്ളിക്കാരൻ അതെല്ലാം തുടച്ചു കളഞ്ഞു. ദെൻ 154-ാം ദിവസം. ഇത്രയും ദിവസം നമ്മുടെ ടോം സമ്മറുമായി നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പൊ പതിയെ പതിയെ അത് പ്രണയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ അവളെ പ്രണയിച്ചു തുടങ്ങിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്ക് അവളുടെ കണ്ണുകൾ ഇഷ്ടമാണ്, കൈകളും കാലുകളും ഇഷ്ടമാണ്. അവളുടെ കഴുത്തിലൊരു ഹേർട്ട് ഷേപ്പിലൊരു മാർക്കുണ്ട്, ഒരു മറുകുണ്ട്, അതെനിക്കിഷ്ടമാണ്. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അവൾ ചുണ്ടുകൾ കടിക്കാറുണ്ട്, ചിലപ്പോൾ ശബ്ദമില്ലാതെ ചിരിക്കാറുണ്ട്. ചില സമയത്ത് ഉറങ്ങുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. ഇങ്ങനെ അവൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കട്ടായാൽ നേരെ 11-ാം ദിവസം. ഒരാളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നമ്മുടെ ടോം ഇപ്പോൾ അതേ അവസ്ഥയിലാണ്. എപ്പോഴും സമ്മറിനെ പറ്റി തന്നെയാണ് സംസാരം. അതിപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അവൻ്റെ അനിയത്തിയുടെ അടുത്താണെങ്കിലും അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്, ഞങ്ങളുടെ രണ്ടുപേരും ടേസ്റ്റ് ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന ടോമിൻ്റെ അനിയത്തി, അവൾക്ക് നിനക്ക് ഒരേ ടേസ്റ്റ് ആണെന്ന് വെച്ച് അവൾ നിന്റെ ലവറൊന്നുമല്ല. മേ ബി നിനക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടുണ്ടാവും. അവൾക്ക് നിന്നോടൊന്നും തോന്നിക്കാണാൻ സാധ്യതയില്ലല്ലോ. ഒറ്റയടിക്ക് അങ്ങ് ഉറക്കി കളഞ്ഞു. 22-ാം ദിവസവും പല കാര്യങ്ങൾ ആലോചിച്ച് ഏതാണ്ട് ഒരു മൂഡ് ഓഫ് കണ്ടീഷനിലാണ് നമ്മുടെ ടോം. സമ്മറിന്റെ സൈഡിൽ നിന്ന് അവൾക്ക് ഇവനെ ഇഷ്ടമാണെന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതിയായിരുന്നു. അല്ല മോനെ, ഇപ്പൊ ശരിക്കും എന്താ നിന്റെ പ്രശ്നം? സമ്മർ നിന്നെ ഇഷ്ടമാണെന്ന് സൂചന തരാത്തതാണോ പ്രശ്നം? അതങ്ങനെയല്ലടാ. കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ലാസ്റ്റ് വീക്കെൻഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? ഇറ്റ് വാസ് ഗുഡ്, അത് നന്നായിരുന്നു എന്ന്. ആ ഒരു ടോണിൽ. അവൾ എന്താ അങ്ങനെ ഒരു ടോൺ കൊണ്ട് ഉദ്ദേശിച്ചത്? മേ ബി ലാസ്റ്റ് വീക്കെൻഡിൽ അവൾ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ സെക്സ് ചെയ്തു, അങ്ങനെ ആയിക്കൂടെ? ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിച്ചു കൂട്ടുവോ? എടാ, ഞാൻ കുറെ തവണ ടെസ്റ്റ് ചെയ്ത് നോക്കി. അവൾക്ക് എന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂചന അവൾ തന്നേനെ. നമ്മുടെ ടോമും സമ്മറും ആദ്യമായിട്ട് സംസാരിക്കുന്നത് തന്നെ ടോം ഒരു സോങ് കേട്ടോണ്ടിരുന്നപ്പോൾ അവൾ അതിനെപ്പറ്റി ചോദിച്ച് അങ്ങനെയായിരുന്നല്ലോ. പിന്നീട് ഒരിക്കൽ സമ്മറിനെ കേൾപ്പിക്കാൻ വേണ്ടി ടോം അതേ സോങ് സൗണ്ട് കൂട്ടി പ്ലേ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ മൈൻഡ് ചെയ്ത് പോലുമില്ല. അവളൊന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. പാട്ട് കേട്ടെങ്കിലും ആ വഴിക്ക് നടന്നുപോയി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ശ്രദ്ധ നമ്മളിലേക്കാകാൻ പലതും കാണിച്ചു കൂട്ടിയിട്ടും അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ല എന്ന് തോന്നുമ്പോൾ ഏതൊരാൾക്കും ഒരു മടുപ്പ് ഫീൽ ചെയ്യും. ആ ഒരു മടുപ്പാണ് നമ്മുടെ ടോമിനിപ്പോൾ. എനിക്ക് മതിയായി, ഞാനിതൊക്കെ വിടാൻ പോവാ, വെറുതെ സമയം കളയാനായിട്ട്. ടോം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും 28-ാമത്തെ ദിവസം ടോമിന്റെ ഒപ്പീനിയൻ മാറി. അന്ന് ഇവരുടെ ഓഫീസിലുള്ള എല്ലാവരും ഒരു പബ്ബിൽ പോകുന്നുണ്ട്. അവിടെ വെച്ച് ടോം സമ്മറിന്റെ അടുത്ത് നിന്ന് ഹായ് പറഞ്ഞപ്പോൾ അവളും വളരെ പോസിറ്റീവായിട്ടാണ് ഇവനോട് സംസാരിച്ചത്. മാത്രമല്ല അവൾ സ്റ്റേജിൽ കയറി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ടും അതിനനുസരിച്ചുള്ള ഡാൻസും. ടോമിന് സമ്മറിനോടുള്ള ഇഷ്ടം കൂടി വന്നു. ദെൻ ടോം അവന്റെ ഫ്രണ്ടും സമ്മറിനോട് സംസാരിക്കുന്നുണ്ട്. സമ്മറിന് റിലേഷൻഷിപ്പുകളൊന്നും താല്പര്യമില്ലെന്നാണ് അവൾ പറയുന്നത്. ടോം മുമ്പേ വിചാരിച്ചു വെച്ച പോലെ അവൾക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല. ആരുടെയും ഗേൾ ഫ്രണ്ട് ആകാൻ അവൾക്ക് താല്പര്യവുമില്ല. ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റണം. ലോകത്തിലെ വളരെ മനോഹരമായ വളരെ സുന്ദരമായ സിറ്റികളിലൊന്നിലാണ് തങ്ങൾ ജീവിക്കുന്നത്. തങ്ങളുടെ ഈ ഒരു കാലഘട്ടം, ഈ ഒരു ജീവിത കാലഘട്ടം ആസ്വദിക്കണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇവളുടെ പേരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പുകളിലൊന്നും ഇവൾക്ക് വിശ്വാസമില്ല. ടോമിന്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. പ്രണയത്തിനൊരു സൗന്ദര്യമുണ്ട്, അത് പ്രണയിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്നാണ് അവൻ പറയുന്നത്. ശേഷം കുടിച്ച് ലെക്കിട്ട് ബോധമില്ലാത്തൊരവസ്ഥയിലായി ടോം ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോഴേക്കും ഇവന്റെ ഫ്രണ്ട് 2 കാലം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുന്നുണ്ട്. അവനെ പിടിച്ചൊരു ടാക്സിയിൽ കയറ്റി വീട്ടിലേക്ക് അയക്കാൻ തുടങ്ങുമ്പോൾ അവനുള്ള സത്യം മൊത്തം വിളിച്ചു പറയും. സമ്മർ, ഇവന് നിന്നെ ഇഷ്ടമാണ്. നിന്നോട് ഇവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ അങ്ങനൊന്നും പറയത്തില്ല. ശരിക്കും ഇവന് നിന്നെ ഇഷ്ടമാണ്. ചോദിച്ചു നോക്ക്. ടോം ഫ്രണ്ടിനെ ഉന്തി തള്ളി കാറിൽ കയറ്റി പറഞ്ഞു വിട്ടു. അവൻ പറഞ്ഞ സത്യമാണോ? നിനക്കെന്നെ ഇഷ്ടമാണോ? അത് പിന്നെ യെസ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എങ്ങനെയാ, ഒരു ഫ്രണ്ടായിട്ടാണോ? അതിന് ടോമും അതേ എന്ന് പറയും. ശേഷം 31-ാമത്തെ ദിവസം നമ്മുടെ ടോം ഓഫീസിലെ സ്റ്റോർ റൂമിൽ അങ്ങനെ നിൽക്കുമ്പോൾ സമ്മർ അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ച് ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ അവൾ എന്ത് ചിന്തിച്ചാന്ന് അറിയത്തില്ല, നേരെ നമ്മുടെ ടോമിന്റെ അടുത്ത് ചെന്ന് അവനെ കിസ് ചെയ്തു, ലിപ് ടു ലിപ്. അവൻ ആകെ അങ്ങ് ഞെട്ടിപ്പോയി. ഇവൾ എന്താ ഇപ്പൊ ഇങ്ങനെ? വേറൊന്നും ചോദിച്ചുമില്ല പറഞ്ഞുമില്ല. ഇവനെ കിസ് ചെയ്തിട്ട് അവൾ ഫോട്ടോസ്റ്റാറ്റും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അങ്ങോട്ട് ഇവർ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. ഫ്രണ്ട്സ് ആണെന്നാണ് അവൾ പറയുന്നത്, ബട്ട് മറ്റു പല കാര്യങ്ങളും അതിനിടയിൽ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അവൾ ടോമിനെ ഓർപ്പിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല, നീ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത് എന്നൊക്കെ. എന്നാൽ ടോം സീരിയസ് ആവാതിരിക്കൂ, കിസ് ചെയ്യുന്നു, ഇന്റർകോസ് ചെയ്യുന്നു, എല്ലാം കൊണ്ടും അവൾ ഇവന്റേതാണെന്നൊരു തോന്നൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ടോം ഭയങ്കര ഹാപ്പിയാണ്. അവന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവിടെ കട്ടായാൽ നേരെ 303 ദിവസത്തിലേക്ക്. ഇപ്പൊ ടോമിന്റെ ഓഫീസിൽ നമ്മുടെ ഹീറോയിൻ സമ്മർ വർക്ക് ചെയ്യുന്നില്ല. അവൾ ആ ജോലി വിട്ട് മറ്റൊരു നഗരത്തിലേക്ക് പോയി. ടോം അവൾക്ക് മെയിൽ അയച്ചിരുന്നു, കുറെ നാളായിട്ട് റിപ്ലൈ ഒന്നുമില്ല. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഇന്ന് അവൾ റിപ്ലൈ ഇട്ടു. ഇവനാവട്ടെ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിച്ചാലോ എന്ന് ചോദിച്ചതാണ്. എന്നാൽ സമ്മറിന്റെ റെസ്പോൺസ് ആവട്ടെ, നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം, പക്ഷേ ഫ്രണ്ട്സ് ആയിട്ട് തുടരണം എന്നാണ്. ഏതാണ്ട് 10 മാസത്തോളമായി അവർ കണ്ടുമുട്ടിയിട്ട്. ഇത്രയായിട്ടും അവൾ ഇപ്പോഴും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുവാണ്. സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അവൾ ചിന്തിക്കുന്നില്ല. 87 ദിവസം. അപ്പോഴേക്കും രണ്ടുപേരും ഒരു അപ്പാർട്ട്മെന്റിലേക്ക് മാറിയിരുന്നു. എങ്ങനെയാണോ ശരിക്കും കപ്പിൾസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാവുക, അതുപോലൊക്കെ തന്നെയാണ് അവർ. എല്ലാ തരത്തിലും എല്ലാ രീതിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ടോമിനി സിറ്റിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അവൻ അവളെ കൊണ്ടുപോകുന്നുണ്ട്. ആ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ബിൽഡിംഗ്സ് എല്ലാം കാണാൻ പറ്റും. ഇവൻ ആർക്കിടെക്ട് ആകണമെന്നായിരുന്നല്ലോ ആഗ്രഹം. ആ സ്ഥലത്ത് പോയിരുന്നാൽ അവിടെയുള്ള ബിൽഡിംഗ്സ് എല്ലാം കാണുമ്പോൾ അവന്റെ മനസ്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് തോന്നും. ആ ബിൽഡിങ്ങിന് പകരം വേറൊരു ഡിസൈനിലുള്ള ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. ഇത് നിനക്ക് മാറ്റി ഡിസൈൻ ചെയ്യണോ, അങ്ങനെയെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്ത് കാണിച്ചേ എന്ന് സമ്മർ പറയുമ്പോൾ അവന്റെ കയ്യിൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് അവളുടെ കയ്യിൽ ആ ഡിസൈനൊക്കെ മാറ്റി ഇവനായിരുന്നു ഇതെല്ലാം ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്തിരുന്നേനും എന്ന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പിണക്കങ്ങളൊന്നുമില്ലാത്ത നല്ല നാളുകൾ. അവർ കൂടുതൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു. സമ്മർ ഈ നഗരത്തിൽ ആദ്യം താമസിക്കാനെടുത്ത് ആ ഒരു വീട്ടിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട്. രണ്ടാളോട് വെച്ച് കുറേ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പോലും ഷെയർ ചെയ്യാത്ത കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവത്തില്ലേ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഫാന്റസീസ് ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ സമ്മറും ടോമും ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റാരോടും അവൾ ഷെയർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നോട് ഷെയർ ചെയ്തപ്പോൾ ഒരുപക്ഷെ സമ്മർ തന്നെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ടായിരിക്കും വിചാരിക്കുന്നത്, തന്നെ അവൾക്ക് ഇഷ്ടമായിരിക്കും എന്നൊക്കെ ഇവൻ ചിന്തിക്കുന്നുണ്ട്. ബട്ട് മുമ്പ് അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത്. അവൾക്കൊരു റിലേഷൻഷിപ്പിന് ഒട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ അവളോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ ഒരു മടി. ഇപ്പോഴും അവൾ തന്നെ ഫ്രണ്ടായിട്ടാണോ കരുതുന്നത്, അതോ ഫ്രണ്ടിന് മുകളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. ഒരു ദിവസം നമ്മുടെ ഹീറോ ഇക്കാര്യങ്ങളൊക്കെ അവന്റെ സിസ്റ്റർ റേച്ചലിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്കെന്ന് തോന്നുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇത് നീ എന്നോട് ചോദിച്ചെങ്ങനെ ശരിയാവുന്നേ? നീ ഇത് അവളോട് ചോദിക്കേ. നീ ഇത് ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലോ, നിനക്കിതൊക്കെ അവളോട് ഷെയർ ചെയ്തത് എന്താ? നിനക്ക് പേടിയാണ് ആക്ച്വലി. ഇപ്പൊ നീ ഹാപ്പിയാണ്, അവളുടെ കൂടെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇൻ കേസ് നീ ഇനി ചോദിച്ചിട്ട് അവൾ നോ പറഞ്ഞാൽ അത് നിങ്ങളുടെ ബന്ധത്തെ തന്നെ ബാധിക്കുമെന്ന് നീ പേടിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് നീ ആലോചിച്ച് തീരുമാനിക്കും. നിന്റെ പേടി മാറ്റാൻ പറ്റുമെങ്കിൽ മേ ബി നിനക്ക് അവളോട് ചോദിക്കാൻ പറ്റും. റേച്ചൽ ഇങ്ങനെ പറഞ്ഞതോടെ ടോം സമ്മറിനോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. തുടർന്ന് ഒരു ദിവസം അവർ രണ്ടുപേരും ഇങ്ങനെ കാറിൽ പോകുമ്പോൾ നമ്മുടെ ടോം ഈ കാര്യങ്ങളൊക്കെ അവളോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. സമ്മർ, ആക്ച്വലി നമുക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചേ? നമുക്കിടയിൽ നീ ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാണ്, അത്ര തന്നെ. ഇത്രയും മാത്രം പറഞ്ഞ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന അവനെ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ച് അവൾ ആ ഒരു വിഷയം അങ്ങനെ അങ്ങ് മാറ്റിയെടുത്തു. ദെൻ 259 ദിവസം. ഇപ്പൊ ടോമിനും സമ്മറിനും ഇടയിൽ കാര്യങ്ങൾ അത്ര ഓക്കെ അല്ല. എന്തൊക്കെയോ അവർക്കിടയിൽ സംഭവിച്ചു. രണ്ടുപേരും നേരത്തെ കൂട്ട് അത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. തുടക്കത്തിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് എവിടെ വെച്ചോ മിസ്സായി. ഇപ്പൊ രണ്ടാളും ഒരു ബാറിൽ അങ്ങനെ നിൽക്കുമ്പോൾ വേറൊരുത്തിന് അവിടെ വന്ന് നമ്മുടെ സമ്മറിനടുത്ത് സംസാരിക്കുന്നുണ്ട്. സമ്മറിന്റെ എക്സ് ആണ്. ഇവൾക്ക് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൊന്നും താല്പര്യമില്ലെന്ന് അറിയാലോ. എന്നാലും ഏതോ പോയിന്റിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അനുമാനിക്കാം. എക്സിനെ കാണുമ്പോൾ കലി തുള്ളി ഇളകുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പാണ് ഇവൻ. ഓരോരോ ചൊറിയം വർത്താനം പറഞ്ഞ് നമ്മുടെ ടോമിനെയും കളിയാക്കി ഇവനാണ് നിന്റെ ബോയ് ഫ്രണ്ട്, അയ്യേ ഇവനൊക്കെയാണോ നീ ബോയ് ഫ്രണ്ട് ആക്കിയേക്കുന്നത് എന്നും ചോദിച്ച് സംസാരിച്ചപ്പോൾ ടോമിനും കലി ഇളകി ചെന്ന് അടിയായി ബഹളമായി ആകെ സീനാക്കി. ടോം ഇവളുടെ എക്സിനെ തല്ലാൻ പോയത് ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവൾ അതിന്റെ പേരിൽ അവനോടൊന്ന് ചൂടാവുന്നുണ്ട്. മാത്രമല്ല പരിചയപ്പെട്ട് ഇത്രയും നാളായിട്ടും ഇത്രയധികം കാര്യങ്ങൾ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടും വീണ്ടും ഇവനെ ഒരു ഫ്രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നു. ടോമിന് എങ്ങനെയുണ്ടാവും? വാശി പിടിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി കുറച്ചങ്ങോട്ടായപ്പോൾ നമ്മുടെ ടോമിനാണെങ്കിലും സമ്മറിനാണെങ്കിലും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൺ ചെയ്ത് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ബട്ട് എന്തോ ഒരു മൈൻഡ് ബ്ലോക്ക്, രണ്ടാളെ കൊണ്ട് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി കിടന്നിട്ട് സമ്മറിന് ഉറക്കം വന്നില്ല. അവൾ നേരെ ടോമിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അവൾ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അവൾക്ക് ടോമിനെ ഇഷ്ടമാണ്. എന്നാൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഡിവോഴ്സ്, അതേ തുടർന്ന് അവളുടെ അടുത്ത തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവളെ അവനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതിൽ നിന്ന് തടയുന്നത്. മുമ്പ് പറഞ്ഞതിനൊക്കെ സോറി പറഞ്ഞ് അവനെ കിസ് ചെയ്ത് നേരത്തെ ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സോറി പറഞ്ഞ് വീണ്ടും പഴയ പോലാകുന്നു. സമ്മറിന് സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ ആയിട്ട് 3 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരേ സമയമല്ല, 3 ബോയ് ഫ്രണ്ട്സ് പല സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ അവൾ ഇവനോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ദിവസം ഒരു പാർക്കിൽ പോയിരുന്നു. വല്ലാത്ത വിയേർഡായിട്ടുള്ളൊരു ഗെയിം അവർ കളിക്കുന്നുണ്ട്. സംഭവം മെൻസിന്റെ പ്രൈവറ്റ് ഓർഗൻ ഉണ്ടല്ലോ, അതിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുക. എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതുങ്ങളുടെ കുത്തിക്കഴപ്പ് കണ്ട് ഇതുങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ചെവിയും പൊത്തിക്കൊണ്ട് ഓടുന്നുണ്ട്. എന്തുകൊണ്ടാണോ എന്തോ അവൾക്കിപ്പോൾ ഇങ്ങനൊരു ഗെയിം കളിക്കണമെന്ന് തോന്നി. ഇവിടുന്ന് കുറച്ച് കാലം മുമ്പ്, അതായത് 191 ദിവസം ഇവരൊരു എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വളരെ വളരെ വിയേർഡായിട്ടുള്ള പെയിന്റിങ്സും പിന്നെ കുറെ സംഭവങ്ങളും ഹ്യൂമൻ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു എക്സിബിഷൻ. റിയൽ അല്ല, അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു എക്സിബിഷൻ. ദെൻ രണ്ടാളും നേരെ ഒരു സിനിമയ്ക്കൊക്കെ പോയി അതൊക്കെ
കണ്ട് ആസ്വദിച്ച് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് നേരെ 314 ദിവസത്തേക്ക് വരുമ്പോഴും നമ്മുടെ ഹീറോ തിയേറ്ററിൽ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. അവൻ്റെ കൂടെ സമ്മറില്ല. ആളിപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ്. ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ആൾ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആൾ ഇപ്പോൾ അവൻ്റെ കൂടെ ഇല്ലല്ലോ. അവൾ പോയത് അവൻ്റെ ജോലിയെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ലൈൻസ് ഗ്രീറ്റിംഗ് കാർഡ്സിൽ എഴുതിയിരുന്ന ഈവൻ ഇപ്പോൾ പച്ച തെറിയാണ് അതിൽ എഴുതി വെക്കുന്നത്. ഇവിടുത്തെ വർക്കേഴ്സിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ലൈൻസ് എഴുതിയിരുന്നത് ടോമാണ്. ആ ഒരൊറ്റ പരിഗണന ഉദ്ദേശിച്ച് മാത്രമാണ് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കുന്നത്. ആദ്യമൊക്കെ ടോം സമ്മറിനെ പറ്റി എത്ര മനോഹരമായി സംസാരിച്ചിരുന്നു. ഇപ്പം നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അവളുടെ വൃത്തികെട്ട കണ്ണുകൾ, ഒന്നിനും കൊള്ളാത്ത കൈയും കാലും, പിന്നെ അവളുടെ കഴുത്തിലുള്ള ആ മറുകുണ്ടല്ലോ, ആ പാറ്റയുടെ പോലിരിക്കുന്ന മറുക്, എന്തിനു കൊള്ളാതെ. എനിക്കിപ്പോൾ അവളോട് വെറുപ്പാണ്. അവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. എന്തിനേറെ ആദ്യം സമ്മർ ഇവനെ കണ്ടുമുട്ടിയപ്പോൾ ഇവൻ കേട്ടുകൊണ്ടിരുന്ന സോങ് ഉണ്ടല്ലോ, ആ സോങ് അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ ഇവനോട് സംസാരിച്ചത്. ആ സോങ് ഒരു ദിവസം ബസ്സിൽ വെച്ച് കേട്ടപ്പോൾ ഇവൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ പാട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അലറി വിളിച്ചു. ബസ് ഡ്രൈവർ പിന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. മോനടാ കുട്ട ഇറങ്ങിപ്പോ. ഇതേ അവസ്ഥയിൽ തുടർന്ന് പോയാൽ ഒട്ടും ശരിയാവത്തില്ലെന്ന് മനസ്സിലാക്കിയ ടോമിന്റെ ഫ്രണ്ട്സ് അവന് വേണ്ടി ഒരു പുതിയ ഗേൾ ഫ്രണ്ടിനെ, പുതിയ പെൺകുട്ടിയെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആലിസൺ. ടോം ഇവളോട് സംസാരിച്ച് കമ്പനി ആയിക്കോളെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ കുറച്ച് സമയം അവളോട് സംസാരിച്ചപ്പോൾ തന്നെ ടോമിന് മടുത്തു. ഒന്നാമത്തെ കാര്യം, ടോമിന് ഇപ്പോഴും സമ്മറിനെ പൂർണ്ണമായി മറക്കാൻ സാധിച്ചിട്ടില്ല. സമ്മർ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നവൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ആലിസൺ സംസാരിച്ചു തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. ചെറുപറ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ക്വാളിറ്റിയാണിത്. പൊതുവെ ബോയ്സിന് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യമായിരിക്കും ഇത്. സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താതിരിക്കുന്നവരെ എന്തൊരു വെറുപ്പീരാണെന്ന് അറിയോ. ആലിസൺ ഇങ്ങനെ ഒത്തിരി സംസാരിച്ചു വരുമ്പോൾ നമ്മുടെ ടോം അവളോട് പറയും, ആലിസൺ ഇതെവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഈ റിലേഷൻഷിപ്പ് നിർത്തിയേക്കാം. പാവം വലിയ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ച് വന്നതാണ്. ഓ ഓക്കെ. ടോം അവൻ്റെ ട്രൂ ലവ് കഥ ഇവളോടും പറഞ്ഞു കൊടുക്കുന്നു. സമ്മറിനെ പറ്റി. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവൾ എന്നോട് എന്താ ചെയ്തതെന്നറിയോ നിനക്ക്? വാട്ട്? ശരിക്കും അവൾ അങ്ങനെ ചെയ്തു? അവളുടെ പേര് ആംബർ ഹെഡ് എന്നാ? നോ, ശരിക്കും അങ്ങനെ ചെയ്തില്ല. ബട്ട് അതുപോലെ ഫീൽ ആവുന്ന പോലെ അവൾ എന്നോട് ചെയ്തു. വാട്ട് എവർ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ എനിക്ക് അവളെ മറക്കണം, പക്ഷേ മറ്റൊരു സൈഡിൽ ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന, എന്നെ അത്രയും ഹാപ്പി ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് അവളാണ്. നിനക്ക് ആരെ പറ്റിയെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിന്നെ ഉപേക്ഷിച്ച് പോയ ഒരാളാണെങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് വീണ്ടും നീ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ. ലിറ്ററലി ഞാനിപ്പോൾ അങ്ങനെയാണ്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് മാത്രമാണ് എൻ്റെ തലയിൽ. അതിങ്ങനെ വീണ്ടും എൻ്റെ ഓർമ്മകളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അവളൊരു നിർവികാര റോക്കറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അവളൊരു റോബോട്ടാണ്. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവൾക്ക് എങ്ങനെ എന്നെ വിട്ടിട്ട് പോകാൻ തോന്നി? ഇവന്റെ ഈ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് ആലിസിന് എന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. അവൾ നിന്റെ കൂടെയുള്ള ടൈമിൽ അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? അവൾ നിന്നെ ചതിച്ചിട്ടുണ്ടോ? ഇല്ല. അവൾ നിന്നെ സ്നേഹിച്ച് യൂസ് ചെയ്യുന്ന പോലെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതുമില്ല. നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകണ്ടെന്ന് അവൾ നിന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് അവളുടെ സൈഡിലുള്ള മിസ്റ്റേക്ക്? ചോദ്യം കേട്ട് അണ്ണാക്കി പിരിവെട്ടി പോലായി പോയി നമ്മുടെ ടോം. മറുപടി ഇല്ലാണ്ടായി പോയില്ലേ? കുടിക്കാവുന്ന അത്രയും കുടിച്ചിട്ട് അവിടെ പാട്ടൊക്കെ പാടി ആകെ ബഹളവാക്കി സീനാക്കി അങ്ങ് വെറുപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഡിപ്രഷൻ നാളുകളൊക്കെ കഴിഞ്ഞുപോയി. 402ാമത്തെ ദിവസം. ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മില്ലിയുടെ വിവാഹമാണിന്ന്. അതിനെ ഒരു ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ അതേ ട്രെയിനിൽ സമ്മറുണ്ട്. നേരത്തെ മില്ലിയുടെ എൻഗേജ്മെന്റ് പാർട്ടി വെച്ചാണ് ഇവർ ശരിക്കും ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പൊ കുറേ നാളായി ഇവർ തമ്മിൽ കോൺടാക്ട് ഒന്നുമില്ല. നാളുകൾക്ക് ശേഷം നമ്മുടെ ടോമിനെ കണ്ടപ്പോൾ സമ്മർ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. സമ്മർ ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെ ഇവനെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലാണ്ട് അവന്റെ കൂടെ ഒരുമാതിരി ഡിപ്രഷൻ അടിച്ച് ഗോളവാക്കാനൊന്നും പോയില്ല. സമ്മർ ഒരിക്കലും തന്നെ ഒരു പാർട്ണറായി അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് ടോമിന് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം ഇത്തവണ ഒരുമാതിരി വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗ് ഒന്നുമില്ല. ആദ്യ കുറച്ച് നാളുകൾ ഇവർ എങ്ങനെ ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. മില്ലിയുടെ വിവാഹ ചടങ്ങിൽ ഇവർ ഇരുവരും ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ സമ്മർ ടോമിനെ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ പാർട്ടിയാണെന്ന് പറയുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച ഇവളുടെ വീട്ടിലൊരു പാർട്ടി നടത്തുന്നുണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞു. അവനും സമ്മതിച്ചു. അവൾ ഇവനെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ടോമിന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ വെച്ച് താൻ അവളെ പ്രപ്പോസ് ചെയ്താൽ അവൾ അക്സെപ്റ്റ് ചെയ്തേക്കുമെന്ന് ഇവൻ കരുതി. പാർട്ടിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, താൻ അവളെ പ്രപ്പോസ് ചെയ്താൽ അവൾ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഇവൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ എക്സ്പെക്ടേഷനാണ് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ടോം എക്സ്പെക്ട് ചെയ്ത പോലെയല്ല കാര്യങ്ങൾ. റിയാലിറ്റി മറ്റൊന്നായിരുന്നു. അതാണ് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സ്പെക്ടേഷൻസ് കണ്ടില്ലേ? ടോം ചെന്ന് ഡോറിൽ നോക്ക് ചെയ്യുന്നു, അവൾ ഡോർ തുറന്ന് ഇവനെ കിസ് ചെയ്യുന്നു. എന്നാൽ റിയാലിറ്റിയോ, ഇവൻ നോക്ക് ചെയ്തു, അവൾ ഡോർ തുറന്നു ഇവനെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് അകത്തേക്ക് വിളിച്ചു. ഓൾറെഡി കുറേ ആളുകൾ പാർട്ടിക്ക് എത്തിയിട്ടുണ്ട്. എക്സ്പെക്ടേഷനിലും റിയാലിറ്റിയിലും ടോം അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു ബുക്കാണത്. അവളത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എക്സ്പെക്ടേഷനിലാവട്ടെ അവൾ ടോമിനെ വിളിച്ചുകൊണ്ട് പോയി മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ വിഷമത്തോടെ വോഡ്ക അടിക്കാനായിരുന്നു നമ്മുടെ ഹീറോയുടെ യോഗം. ബിക്കോസ് ഇത് സമ്മറിന്റെ എൻഗേജ്മെന്റ് പാർട്ടിയായിരുന്നു. സമ്മർ ഉടനെ വേറൊരാളെ വിവാഹം ചെയ്യും. നെഞ്ചു കൂട്ടി ടോം അവിടുന്ന് ഓടി ഇറങ്ങി പോകുന്നുണ്ട്. അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാ പ്രതീക്ഷകളും കൈവിട്ടുപോയി. ആദ്യം ഒരു തവണ ഇവർക്കിടയിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം ഒത്തുതീർപ്പായി വരുന്നു എന്ന് പറഞ്ഞ് സമാധാനിച്ചിരുന്ന സമയത്ത് സമ്മർ അവളുടെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി. അന്ന് ടോം ഡിപ്രഷനൊക്കെ അടിച്ച് ഏത് അവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ ഇതാ ഇപ്പോഴും. ഓഫീസിൽ മീറ്റിംഗ് നടക്കുമ്പോൾ
ഈ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഫേക്ക് ആണെന്ന് ബോസിന്റെ മുന്നിൽ വെച്ച് തുറന്നടിച്ച് പറയുന്നുണ്ട്. അതിൽ ഇവരെഴുതുന്ന മനോഹരമായിട്ടുള്ള ലൈൻസ് കണ്ട് അത് റിയൽ ആണെന്നൊന്നും ആരും വിചാരിക്കരുത്. അതൊന്നും റിയൽ അല്ല, ഇതൊക്കെ ഫേക്ക് ആണ്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. നമ്മളിങ്ങനെ ഈ കാർഡ്സിലൊക്കെ ഓരോന്ന് എഴുതി വിടും, ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് ഓരോരുത്തർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ഫേക്ക് ആണ്, ഇതൊക്കെ കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞ് തുറന്നടിച്ച് സംസാരിച്ചു. ഇത്രയൊക്കെ പറഞ്ഞ് ജോലിയും രാജിവെച്ച് അവൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. 450 ദിവസം. ടോം ഇത്രയങ്ങ് മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് ഇവന്റെ സിസ്റ്റർ റേച്ചൽ ഇവന്റെ അടുത്ത് വന്ന് ഇവനെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. കമ്മോൺ ടോം, എനിക്കറിയാം നീ കരുതുന്നത് അവൾ നിനക്ക് വിധിച്ചവളാണെന്നാണ്, ബട്ട് അതൊക്കെ നീ ചിന്തിച്ച് വെച്ചേക്കുന്നതല്ലേ. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ജസ്റ്റ് മൂവ് ഓൺ മാൻ, അവളല്ല നിനക്ക് വിധിച്ചവൾ. പിന്നെയും ടോം സമ്മറിനെ കാണാറുണ്ട്, ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്, സിനിമയ്ക്ക് പോകാറുണ്ട്. ഇപ്പോഴും എല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ അവൾ തന്റെ ലൈഫിലേക്ക് വീണ്ടും വന്നിരുന്നെങ്കിൽ എന്നൊക്കെ അവന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വെറും ആഗ്രഹം മാത്രമാണ്, അവന്റെ സ്വപ്നങ്ങൾ മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ടോം അവന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി. ഒരു ആർക്കിടെക്റ്റായി മാറാൻ വേണ്ടി അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവൻ ചെയ്യുന്നുണ്ട്. പല കമ്പനീസിൽ പോയി അവന്റെ ഡിസൈൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, അവന്റെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവൻ ആഗ്രഹിച്ച മേഖലയിൽ ജോലി കിട്ടാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുന്നു. ഈ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ സമ്മറിന്റെ വിവാഹവും കഴിയുന്നുണ്ട്. അവൾ ആരെയാണ് വിവാഹം ചെയ്തത് എന്ന് കാണിക്കുന്നില്ല, എന്തായാലും അവളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ 488 ദിവസം. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു സീനിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ്. നമ്മുടെ ടോമും സമ്മറും ടോമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്ഥലത്ത് ആ ഒരു പാർക്കിൽ വന്നിരിക്കുന്നു. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട പോലെ സമ്മറിന്റെ കയ്യിലിട്ടിരിക്കുന്ന എൻഗേജ്മെന്റ് റിങ് ടോമും സമ്മറും എൻഗേജ്ഡ് ആയതിന്റെയോ അല്ലെങ്കിൽ വിവാഹം ചെയ്തതിന്റെയോ റിങ് അല്ല. രണ്ടാളും രണ്ട് വഴിക്കാണ് സഞ്ചരിക്കുന്നത്. പിരിയുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒരിക്കൽ കൂടി ടോമിനെ കാണാൻ വന്നതാണ്. നീ എന്നോട് പറഞ്ഞിരുന്നത് നിനക്ക് റിലേഷൻഷിപ്പിലൊന്നും താല്പര്യമില്ല, ആരുടെയും ഗേൾ ഫ്രണ്ട് ആവാൻ ഇഷ്ടമല്ലെന്നല്ലേ. പക്ഷേ ഇപ്പൊ നിന്റെ വിവാഹവും കഴിഞ്ഞു. എന്തേ ടോം, ലൈഫ് അങ്ങനെയാണ്. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. ഒരു ദിവസം ഞാൻ കടയിലിരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് അതിനെപ്പറ്റി ചോദിച്ചു, സംസാരിച്ചു, എന്നെ പ്രപ്പോസ് ചെയ്തു. ഇപ്പോൾ അയാൾ എൻ്റെ ഭർത്താവാണ്. ഇതാണ് നടക്കേണ്ടത് ടോം, ഇതാണ് വിധിച്ചത്. ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് വല്ല സിനിമയ്ക്കും പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആ സമയത്ത് ആ ഷോപ്പിൽ ഇല്ലായിരുന്നെങ്കിലോ ഇതൊന്നും ഇങ്ങനെ നടക്കില്ലായിരുന്നു. ഇതിങ്ങനെ നടക്കേണ്ടതാണ് ടോം, ഇതാണ് വിധിച്ചത്. അറ്റ് ലാസ്റ്റ് സമ്മർ നമ്മുടെ ടോമിന്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്ത് യാത്ര പറഞ്ഞ് അവിടുന്ന് തിരിച്ചു പോകുന്നു. ഇതാണ് വിധി, ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ടോമും എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ 500ാമത്തെ ദിവസം, പുതിയ ഒരു തുടക്കം. ടോം വലിയ ഒരു ആർക്കിടെക്ചർ കമ്പനിയിൽ ഇന്റർവ്യൂവിന് ചെല്ലുന്നുണ്ട്. ഇതേ കമ്പനിയിൽ ഇതേ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് വന്ന ഒരു പെണ്ണും അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഇവരിൽ ഒരാൾക്ക് മാത്രമേ ജോലി കിട്ടൂ. അതുകൊണ്ട് തന്നെ ടോം ആ പെണ്ണിനോട് നിനക്ക് ഈ ജോലി കിട്ടാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അവളും അതേപോലെ തന്നെ തിരിച്ചു പറയുന്നുണ്ട്. മോശമായിട്ടല്ല, വളരെ മാന്യമായിട്ട്, വളരെ മാന്യമായ ഭാഷയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, നമ്മൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഏയ്, നമ്മൾ എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ? നീ പാർക്കിൽ വരാറുണ്ടോ? ഞാൻ അവിടെ വെച്ച് നിന്നെ കണ്ട പോലെ ഓർക്കുന്നു. ഈ സിറ്റിയിൽ ടോമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലോ അത്. അവൻ ഇടയ്ക്കിടെ അവിടെ വരാറുണ്ട്. ഇവളും എപ്പോഴൊക്കെയോ അവിടെ വന്നിട്ടുണ്ട്, ഇവനെ കണ്ടിട്ടുണ്ട്, ഇവനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ടോമിനും ഈ പെൺകുട്ടിക്കും താല്പര്യങ്ങൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. രണ്ടുപേരും ആ സ്ഥലത്ത് വന്നിരിക്കാറുണ്ട്. അവിടെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് ഇവരുടെ വ്യൂസ്. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ടോമിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വിളിച്ചു. ഇന്റർവ്യൂ ഹാളിൽ കയറുന്നതിന് മുമ്പ് ടോമിന് ഒരു വല്ലാത്ത ഫീലിംഗ്. അവൻ തിരികെ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന്, അത് പിന്നെ ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിനക്കൊരു കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ, നമുക്ക് ഒരുമിച്ച്? ആദ്യം അവൾ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ബട്ട് ടോമിനുണ്ടായ അതേപോലെ ഒരു ഫീൽ അവൾക്കും ഉണ്ടായി. അവന്റെ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു. ഓക്കെ ഗുഡ്, എന്റെ പേര് ടോം, എന്താ നിന്റെ പേര്? അതിനവൾ ഓട്ടം എന്ന് പറയും. ഓട്ടം, ശരത്കാലം, അതായത് സമ്മറിന് ശേഷമുള്ള കാലം. ഇതൊരു പുതിയ തുടക്കമായി മാറട്ടെ. 500 days ഓഫ് സമ്മർ കഴിഞ്ഞു, ഇനി ഓട്ടമിന്റെ കാലം. വീണ്ടും 1ാം ദിവസം എന്ന് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എക്സ്പ്ലനേഷൻ കേട്ട് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആ ഫീൽ എന്തായാലും ഇവിടെ കിട്ടില്ല. പ്രണയം എപ്പോഴും മനോഹരമാകുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ്, ആഗ്രഹിച്ചത് കിട്ടാത്തപ്പോഴാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയ്ക്കും അങ്ങനെ ഒരു ബ്യൂട്ടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ, ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിച്ചേക്കണേ.